ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബി സുഷ്. ഇന്ന് വളരെയധികം സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഫോണ് റെക്കോർഡർ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെ. പല ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം പിന്നീട് ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് അവർക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് നമുക്ക് വാട്സപ്പിൽ വരുന്നത്. ഇതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് ഓഡിയോ ആയിട്ട് നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്. പക്ഷേ ഈ ഓഡിയോ മെസ്സേജുകൾ നമുക്ക് സാധാരണ സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വാട്സപ്പിൽ ഇല്ല. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് വാട്സപ്പിൽ വരുന്ന ഓഡിയോ മെസ്സേജുകൾ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. കാരണം അത് അഥവാ ഡിലീറ്റ് ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നീട് നമുക്കത് കിട്ടില്ല. അപ്പൊ അതിനുള്ള നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് വന്നിരിക്കുന്ന വോയിസ് നോട്ടുകൾ നമുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്ന് പലർക്കും അറിയില്ല. അപ്പം അത് ഞാൻ എങ്ങനെയാണ് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ വാട്സപ്പിൽ കാണിച്ചു തരാം. ഞാൻ വാട്സപ്പിൽ ഒരു പ്രൊഫൈൽ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഓഡിയോ കോളുകൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, രണ്ടെണ്ണം കാണുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതേപോലുള്ള നമുക്ക് വരുന്ന നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ കോളുകൾ ഉണ്ടല്ലോ, അതൊരു വോയിസ് ആയിട്ടാണ് നമുക്ക് അയക്കുന്നതെങ്കിൽ ഇത് ഇതേപോലെയൊക്കെ നമ്മൾ അറിയാണ്ടൊക്കെ ഡിലീറ്റ് ആയി പോകുക, അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് മൊത്തം പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ആവശ്യം നമുക്കത് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അവരോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ലെ ഇങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ മാറ്റി പറയുന്ന സമയത്തൊക്കെ നമുക്ക് അതൊന്ന് കേൾപ്പിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റും. അപ്പൊ അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വോയിസിന്റെ മേലെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ വോയിസിന്റെ മേലെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഷെയർ എടുക്കുക. ഷെയർ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഷെയറിംഗ് ഓപ്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് വാട്സപ്പ് വഴിയും നമുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയും അങ്ങനെയുള്ള മെയിൽ വഴിയൊക്കെ അയക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഞാൻ കാണിച്ചു തരാം, ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫയൽ മാനേജർ ആണോ ഓരോ ആളുകളും ഏതാ എടുക്കുന്നത് വെച്ചാൽ അനുസരിച്ച് ഇവിടെ ഞാൻ എടുക്കുന്നത് ഫയൽസ് ബൈ ഗൂഗിൾ. നമ്മുടെ ഫോണിൽ മൊത്തത്തിൽ ഉണ്ടാവുന്നതാണ്. ഗൂഗിളിന്റെ തന്നെ ഒരു വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ഫയൽസ് ബൈ ഗൂഗിൾ. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഫയൽസ് ബൈ ഗൂഗിളിലേക്ക് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാണ്. ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്ലേ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ജസ്റ്റ് പ്ലേ കൊടുത്താൽ നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പേര് വന്നിരിക്കുന്നത് ഈ രീതിയിൽ ഡിഫോൾട്ട് ആയിട്ട് പേര് വന്നു. പക്ഷെ നമുക്കത് പിന്നീട് നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, ജസ്റ്റ് ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്നാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചത്. ഇവിടെ റീനെയിം കൊടുക്കുക. റീനെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല ഹൈലൈറ്റ് ആയി വന്നിട്ടുണ്ട്. ആ ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്യുക. അതായത് അതിനുശേഷം ഒരു ഡോട്ട് വന്നിട്ട് ബാക്കിയുള്ള ഭാഗം വരുന്നുണ്ട്, അത് ഡോട്ട് ഓപ്പസ് പറഞ്ഞ് വരുന്നുണ്ട്, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട. ഡോട്ട് ഓപ്പസ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള മുന്നിലുള്ള ഭാഗത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ഒരു ഓർമ്മയുള്ള ഒരു പേര് കൊടുക്കുക. ഞാനിവിടെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1 2 3 എന്നാണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സീക്രട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ 1 2 3 ഡോട്ട് എന്നാണ് കൊടുത്തത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പൊ നേരെ അത് നമ്മുടെ ഫയൽസ് ബൈ ഗൂഗിളിൽ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള പലർക്കും ഡൗട്ടാണ്. ഡൗൺലോഡ്സിലാണ് പോയി നിൽക്കുന്നുണ്ടാവുക ഫയൽസ് ബൈ ഗൂഗിളിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫോണിൽ ഫയൽസ് ബൈ ഗൂഗിൾ ഉണ്ടോ നോക്കുക. ഇവിടെ ഫയൽസ് ബൈ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ഫയൽസ് ബൈ ഗൂഗിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഓപ്പൺ കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫയൽസ് ബൈ ഗൂഗിളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കില്ലേ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ വന്നത് സ്റ്റോർ ആയി കിടക്കുന്നുണ്ട്. കണ്ടില്ലേ 1 2 3. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇനി നമുക്കത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിലോ അതിനും ഓപ്ഷൻ ഉണ്ട്. കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും മുകളിലുള്ള ആ ഷെയറിന്റെ ഐക്കൺ ഉണ്ടല്ലോ, ആ ഷെയറിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലോ ജിമെയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ അയച്ച് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ച് നോക്കൂ. ഇപ്പോഴേ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും.